ദേവീ മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇത് നിത്യവും പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു വിധത്തിൽ ഉള്ള ആപത്തുകളോ ബാധാ ഉപദ്രവങ്ങളോ ഒരിക്കലും സംഭവിക്കുകയില്ല. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ത്രിമൂർത്തി ഐക്യസ്വരൂപിണി ആയ ദേവി ഭക്തവത്സല ആണ്. ഈ മാഹാത്മ്യം നിത്യവും വിധിപ്രകാരം പാരായണം ചെയ്യുന്ന വീട്ടിൽ ദേവിയുടെ നിത്യസാന്നിധ്യമുണ്ടാവും. ആ ഗൃഹത്തിൽ ആപത്തുകളോ അനർത്ഥങ്ങളോ സംഭവിക്കുകയില്ല. ഒരു ഞായറാഴ്ച തുടങ്ങുകയും ശനിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അധ്യായങ്ങൾ വിഭജിച്ച് വായിക്കുന്നതും നല്ലതാണ്. ഞായർ 1-ാം അധ്യായം, തിങ്കൾ 2-3 അധ്യായങ്ങൾ, ചൊവ്വ 4-ാം അധ്യായം, ബുധൻ 5 മുതൽ 8 വരെ അധ്യായങ്ങൾ, വ്യാഴം 9-10 അധ്യായങ്ങൾ, വെള്ളി 11-ാം അധ്യായം, ശനി 12-13 അധ്യായങ്ങൾ. ഈ ക്രമത്തിൽ തുടരുകയും വായിക്കുകയും ചെയ്താൽ ഒരു പ്രാവശ്യം പൂർത്തിയാകും. നിത്യവും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന ഭവനത്തിൽ ദേവീ സാന്നിധ്യം ഉണ്ടാകും എന്ന് ദേവീ മഹാത്മ്യത്തിൽ പറയുന്നു. 12-ാം അധ്യായത്തിൽ ദേവീ മഹാത്മ്യ പാരായണം കൊണ്ടുള്ള ഗുണങ്ങൾ ദേവി തന്നെ വിശദമാക്കിയിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഇതാണ്: ദേവീ മഹാത്മ്യം പാരായണം ചെയ്താൽ സർവ്വ പാപങ്ങളും നശിക്കും. പ്രിയപ്പെട്ടവരോടുള്ള വേർപാട്, ദാരിദ്ര്യം എന്നിവ ഉണ്ടാവില്ല. ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഭയം ഉണ്ടാകുക ഇല്ല. ആയുസ്സിന് ദോഷം, അഗ്നി, പ്രളയം എന്നിവ മൂലമുള്ള വിഷമങ്ങളും ഒഴിവാക്കാം. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നവർ ദുഷ്ടരുടെ പിടിയിൽപ്പെടുകയില്ല. ഒരു വർഷക്കാലം ദേവിയുടെ ആരാധനയുടെ ഫലം ഒരു തവണത്തെ ദേവീ മഹാത്മ്യം പാരായണം കൊണ്ട് ലഭിക്കും. ദേവീ മഹാത്മ്യം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് യക്ഷിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ദേവീഭക്തന്മാരുടെ കഥ സുപ്രസിദ്ധമാണ്. ദേവീ മഹാത്മ്യ പുസ്തകത്തിന്റെ സ്പർശനം തന്നെ അപകടങ്ങളെയും ദുരിതങ്ങളെയും ഒഴിവാക്കുന്നു. ആപതിക്കും കരണീയം. ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുകള അമ്പായ ഭഗവതിയുടെ ഇരുപാദങ്ങളെയും മനസ്സിൽ വിചാരിക്കുക. ആപത്തിൽ കാലത്തു ദേവിയുടെ സ്മരണ വേണമെന്നു ഇവിടെ വീണ്ടും വ്യക്തമാക്കുന്നു. യാത്രാവേളയിൽ ദേവീ മഹാത്മ്യം പുസ്തകം കയ്യിൽ കരുതിയായാൽ അപകടങ്ങളും ആപത്തുകളും ഉണ്ടാവുകയില്ല.